പിണറായി ഭക്തരായ CPM നേതാക്കളും ഇടതുമന്ത്രിമാരുമൊന്നും സഖാവ് EK നായനാരുടെ വീട്ടിൽ സന്ദർശനം നടത്താറില്ല. പക്ഷേ കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ BJP നേതാവ് സുരേഷ് ഗോപി കേരളത്തിലെ എക്കാലത്തെയും ജനപ്രിയ നേതാവിന്റെ വീട്ടിലെത്തിയതോടെ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമാവുകയാണ്. തൃശൂരിന് ശേഷം കണ്ണൂരും കൂടി ഇങ്ങെടുക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യപടിയാണോ ഈ സന്ദർശനമെന്നാണ് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കുന്നത്. നായനാരുടെ വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ നായനാരുടെ ജീവിതസഖി ശാരദ ടീച്ചർ മധുരം നൽകി സ്വീകരിച്ചു. സുരേഷ് ഗോപി വീട്ടിൽ വന്നതിൽ രാഷ്ട്രീയമില്ലെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു. ഇക്കാര്യത്തിൽ പുതുമയില്ല. ഇതിനു മുൻപും സുരേഷ് ഗോപി വീട്ടിലെത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളായുള്ള ബന്ധമാണെന്നും വീട്ടിൽ വരുന്നവരുടെ രാഷ്ട്രീയം ചോദിക്കാറില്ലെന്നും ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആദ്യമായി സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ സുരേഷ് ഗോപിയെ കാണുന്നത്. അതിനിടെ നഴ്സ് പറഞ്ഞു, സുരേഷ് ഗോപി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. പാവപ്പെട്ട ആളുകളെ സഹായിക്കും, ഓപ്പറേഷൻ ചെയ്യാനുള്ള പണം നൽകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുമുള്ള മനസ്സുള്ളവരുണ്ടല്ലോ എന്നാണ് തോന്നിയതെന്ന് ടീച്ചർ പറഞ്ഞു. എന്റെ സഖാവ് കാപട്യമുള്ള ആളല്ല, അദ്ദേഹത്തിന് തുറന്ന മനസ്സാണുള്ളത്. അതുകൊണ്ടാകാം സുരേഷ് ഗോപി അദ്ദേഹവുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. സഖാവ് മരണപ്പെട്ട ശേഷവും പലതവണ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ടുണ്ട്, ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് ഗോപി ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ, പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. ഇപ്പോൾ പിന്നെ കുറേ ആയി വരാത്തത്. കാണാൻ വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വ്യക്തിപരമായ ബന്ധം, വ്യക്തിപരമായിട്ടൊരു ഇപ്പൊ രാഷ്ട്രീയക്കാരനാണ്. അയാൾ പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പൊ അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ വരുന്നത്. ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത്. പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. അതുപോലെ ഇന്ന് ഉച്ചക്ക് വരുന്നതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട്. എന്നോട് വിളിച്ച് പറയും, ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാലേ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത്. ഇപ്പോൾ രാവിലെ വരും, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഉച്ചക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം വേണമെന്ന് വിളിച്ച് പറയും. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ സുരേഷ്, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. കളിപ്പറമ്പിലോ മറ്റും കൃത്യസമയത്താണ് വിളിച്ചത്. തന്നെ ഭക്ഷണം വേണം. മന്ത്രി അതിന് ശേഷം നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോ? മന്ത്രി അതിന് ശേഷം വിളിച്ചില്ല. വന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കാതിരുന്നിട്ടുണ്ടാവുക. സംസാരിച്ചില്ല, ഞാൻ ഫോണിലൊന്നും സംസാരിച്ചില്ല. എന്താ വെച്ചാൽ ഞാൻ ഭാര്യ രാധിയായിട്ട് സംസാരിച്ചു. അധികം പറയല്ല, ഒന്നും കാണേണ്ടതില്ല. രാഷ്ട്രീയമൊന്നും നിങ്ങൾ അതിൽ കാണണ്ട. ഞാൻ ഇവിടെ എത്ര പല തരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നതായാലും എനിക്ക് അങ്ങനെ എൻ്റെ സഖാവിൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത്. അല്ലാണ്ട് ശാരദാ ടീച്ചർ എന്നുള്ള ഒരു ബഹുമാനത്തില് നായനാരുടെ ഭാര്യ ആ ശാരദാ ടീച്ചറെ കാണാൻ ആൾ വരുന്നത്. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സംസാരിക്കുക വരുന്നത്. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കണ്ണൂരിൽ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിനിടയിലാണ് സുരേഷ് ഗോപി EK നായനാരുടെ വീട് സന്ദർശിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ്, മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി ദർശനം നടത്തി. പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തി മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ഡെസ്ക് സുരേഷ് ഗോപി